പൊന്നൂസേ, എവിടെ പോവാ? എവിടെ പോവാ? എവിടെ? പാ എങ്ങനെയാ പോന്നേ? പിന്നെ അമ്മ ഞാൻ 2 സ്കൂളിൽ പോകുന്നുണ്ട്. എവിടെ? ഒന്ന് ആര്യമുന്ന LPCയിലും ഒന്ന് സംഗീതത്തിലും. സംഗ്രേറ്റിലാണോ സെന്റ് ജോൺസിലാണോ? സെന്റ് ജോൺസ്. അപ്പം പാ. അവിടെ ബ്ലോക്കാ മരണം. അപ്പോ പോ. ആ അങ്ങനെ പൊന്നൂനെയും കൊണ്ട് നേരെ ആരമുന്ന സ്കൂളിലെത്തി. പക്ഷേ നമുക്കിന്ന് ഇവിടുന്ന് TC കിട്ടിയില്ല. കാര്യം ഇവിടുത്തെ മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമുക്ക് TCയുടെ പ്രിൻ്റ് എടുത്ത് കിട്ടിയില്ല. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് വീട്ടിൽ കൊറിയർ വന്നിരുന്നത്. ഇത് ഉപയോഗപ്രദമായ ഒരു പ്രോഡക്റ്റാണ്. കാര്യമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, കുഞ്ഞുമക്കളുടെ തലയിൽ പേനൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി ഞാൻ പൊന്നൂസിനായിട്ട് വാങ്ങിച്ച ചീപ്പായിരുന്നു. 1 വർഷം ഞാൻ 2 വർഷം ഇതേ ചീപ്പ് വാങ്ങിച്ച് യൂസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ബ്ലേഡ് അങ്ങ് പന്നലായിപ്പോയി. അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരെണ്ണം ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് കോംബോ ഓഫർ പോലെ 2 ചീപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ കയ്യിലിരിക്കുന്ന ചീപ്പല്ല, ഞാൻ ഈ കാണുന്ന ചീപ്പാണ്. ആ റൗണ്ട് ചീപ്പ് ആദ്യം വാങ്ങിയത്. ഭയങ്കര ഉപയോഗപ്രദമായിരുന്നു. നല്ല തലയിൽ പേനും ഈരും ഇതുപോലൊരു സ്കൂൾ ടൈമിൽ കൂടിയ സമയത്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാം പോയി നീറ്റായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ടൂറും കാര്യങ്ങളും തല ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ തലയിൽ പിന്നെയും ഇങ്ങനെ ആയപ്പോൾ എൻ്റെ ചീപ്പെടുത്ത് ചീറ്റിയപ്പോൾ അത് ഒടിഞ്ഞു. അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ തല ഡെയിലി ഒന്ന് ചീവി എണ്ണ തേച്ച് ചീകണം. എണ്ണ തേച്ചിട്ടേ ചീകാവൂ. മുടി നനവ് പോലെ ഇരുന്നാലേ വരൂ. അല്ലാതെ എണ്ണയില്ല അത് ഷാമ്പൂ ഇട്ട് കിടക്കുന്ന മുടിക്കകത്ത് ഇത് ചീപ്പിയാൽ ഉപയോഗം കുറവാണ്. പക്ഷേ എണ്ണയൊക്കെ തേച്ച് ആ സമയത്തൊന്ന് ചീപ്പിയാൽ സൂപ്പറായിട്ട് പേനും എല്ലാം വരും. ഇതിനകത്ത് ഞാൻ വാങ്ങിച്ചപ്പോൾ 207 രൂപയായിരുന്നു. ഇതിപ്പോൾ 2 ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ പോയി ഉച്ച സമയമായിരുന്നു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ചോറുണ്ണാനായിട്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് പോയത് പൊന്നൂസാണ്. പൊന്നൂസിന് വിളമ്പാൻ പോകുന്ന ചോറായി കാണിച്ച്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊന്നൂസിന് ആദ്യം കുറച്ച് ചോറ് വിളമ്പി. പൊന്നൂസ് അധികം ചോറ് കഴിക്കാത്ത ആളാണ് കേട്ടോ. എല്ലാ കറികളൊന്നും കൂട്ടത്തില്ല. പിന്നെ കൊഞ്ചിയമ്മന്തിയാണ്. ആൾക്കിത് വെക്കട്ടെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ടമ്മ, ടേസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി എന്ന്. അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് കൊഞ്ച് ചമ്മന്തി വേണമെന്ന് പറഞ്ഞപ്പം ഉണക്ക കൊഞ്ച് ചമ്മന്തിയും പിന്നെ ഇച്ചിരി ബീഫിൻ്റെ വറ്റിച്ചതുണ്ടായിരുന്നു ഞായറാഴ്ചത്തെ. അപ്പോൾ അതും കൂടെ അറ്റത്തോട്ട് വെച്ചു. പിന്നെ പൊന്നൂസിൻ്റെ ഫേവറേറ്റ് സാധനം പച്ചമോരുണ്ടെങ്കിൽ പൊന്നൂസിന് ഈ അറ്റത്തിരിക്കുന്ന ഒരു കറിയും വേണ്ട. അങ്ങനെ പച്ചമോര് ഒഴിച്ചു. അതാണ് പൊന്നൂസിൻ്റെ ചോറിനകത്ത്. പിന്നെ പൊന്നൂസിന് ഇഷ്ടമുള്ള മാങ്ങാച്ചാറും. ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ നാരങ്ങയൊക്കെ ഇങ്ങനെ റെഡ് കളറിൽ വെക്കുന്നത്. അങ്ങനെ പൊന്നൂസ് കണ്ട് അവിടെ ഇതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പൊന്നൂസിൻ്റെ ചോറുണ്ണാൻ പോയി. അന്നേരം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. കണ്ടിട്ട്